Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് ആണ് ഈ ഒരു മാസം ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ 17 Pro അൺബോക്സിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബിക്കോസ് അത് വന്നതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. സോ ദിസ് ഈസ് iPhone 17 Pro. ഇതിന് ഒരു iPhone 17ൻ്റെ ഒരു റിവ്യൂ വരും. ആൻഡ് വാച്ചൊന്നും വരില്ല, ബട്ട് ദർ ഇസ് എ വെരി ബിഗ് ചേഞ്ച് ഹാപ്പൻഡ് ഇൻ എയർപോഡ്സ്. And thank you iPhonePhobias for arranging this thing in time. പാർട്ടിൻ്റെ സമയത്തിന് അവർ സെറ്റ് ചെയ്ത് തന്നത്, അതാണ് iPhonePhobias. We have some പ്രത്യേകതകൾ ഇൻ ദിസ് ഐറ്റം, എയർപോഡ്സ് 3 Pro. ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് റേറ്റ് മോണിറ്റർ വരുന്നുണ്ട്, ലൈവ് ട്രാൻസ്ലേഷൻ ബട്ട് ലിമിറ്റഡ് ടു ഫ്യൂ ലാംഗ്വേജസ്. നമുക്കിത് മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ യൂസിങ് എൻ ഐഫോൺ, യു ഡോണ്ട് വാണ്ട് മറ്റേ വേറെ മൈക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺസ് വെച്ച് നിങ്ങൾക്ക് മൈക്കായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട്. ബെറ്റർ ANC, ബെറ്റർ സൗണ്ട് എന്ന് ഞാൻ കേട്ടു. സോ ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ്. നമുക്ക് അൺബോക്സ് ചെയ്ത് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, ഇതിങ്ങനെ വലിച്ച് പൂച്ച് കളയുക. ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ഒരു ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ ഒരു സാധനം നമ്മളെ കയ്യിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇരി. പിന്നെ നമുക്ക് ബൈ ദ വേ ഇയർ ടിപ്സിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവരൊരു സിലിക്കോൺ ആൻഡ് മറ്റേ ഫോം ഡിസൈനാണ് പിടിച്ചേക്കുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ ഫിറ്റ് ആയിരിക്കും. നമുക്ക് എക്സ്ട്രാ സ്മോൾ തൊട്ട് ലാർജ് വരെയുള്ള ഇയർ ടിപ്സ് വരുന്നുണ്ട്. നമ്മുടെ ചെവിയുടെ സൈസും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങളത് കറക്റ്റ് ചൂസ് ചെയ്താലേ ANCയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ പ്ലീസ് ബെയർ ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ നമുക്ക് ബുക്കും പേപ്പറും വരുന്നുണ്ട്, സ്റ്റിക്കറൊന്നും ഇല്ല. അമ്മ സ്റ്റിക്കർ തരുന്നത് നിർത്തി. ഞാൻ ഇതിനേയും കാട്ടിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സാധനം നത്തിങ്ങിൻ്റെ ഇയർഫോൺസ് ആണ്. സോ പാക്കേജിങ് ഒക്കെ ഉണ്ടല്ലേ, തെറിച്ച് പോകരുത്. ഇമാരെ പെട്ടി എനിക്ക് കളയാൻ ഒട്ടും ആഗ്രഹമില്ല. ആപ്പിളിൻ്റെ പെട്ടി ഭയങ്കര രസമാണ്. സോ ദിസ് ഈസ് ദ സാധനം. വലിയ മാറ്റമൊന്നും പെട്ടിയിൽ ഇല്ല. എനിക്കോട് ബാറ്ററി എന്തോ കൂട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ബട്ട് ദിസ് ഈസ് ദി ഐറ്റം. Type-C ചാർജറാണ് വരുന്നത്. തൂക്കിയിടാനായിട്ടുള്ളൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കയ്യിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കാം. വളരെ എളുപ്പമാണ് ഈ സാധനം പെയർ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഐഫോൺ എടുക്കുക, ഇതിങ്ങനെ എടുക്കുക, തുറക്കുക, വന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു സാധനം. അവിടെ ഈ ആപ്പിൾ ഈക്കോ സിസ്റ്റം നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മേടിക്കാതിരിക്കുന്നത്? അടുത്ത് നമ്മളെ പയ്യൻ വന്നിട്ടുണ്ടല്ലോ, വാടേ എന്ന് ആപ്പിൾ തന്നെ പറയും. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതാണ് ഇയർ ടിപ്സിന് ചെറിയൊരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ താഴെ കണ്ട, അതാണ് ഹാർട്ട് റേറ്റ് മോണിറ്റർ. അങ്ങനത്തെ പല പരിപാടികൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ആൻഡ്രോയിഡ് ഫോൺസിലോട്ടൊക്കെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണമെന്നുണ്ട്. ഇവിടെ 2 പ്രാവശ്യം ഒന്ന് തട്ടിയാൽ മതി. അപ്പോൾ ഈ പെയറിംഗ് മോഡിലോട്ട് പോകും. 2 എടുത്ത് ചെവി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെവി വലിച്ചു. ANC ആക്ടിവേറ്റഡ്, ഒരു രക്ഷയില്ല. ലോവർ മീഡിയ വോളിയം വെൻ സ്റ്റാർട്ട് സ്പീക്കിംഗ്, അതായത് കോൺവെർസേഷൻ അവയർനെസ്. ആർക്കെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പാട്ട് എന്തെങ്കിലും കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ വോളിയം കുറയ്ക്കുന്ന പരിപാടി. കൺട്രോൾ യുവർ എയർപോഡ്സ് ബൈ മൂവിങ് യുവർ ഹെഡ്. ഹെഡ് ജസ്റ്റർ, അതായത് കോൾ വരികയാണെങ്കിൽ, കോൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കുക, കോൾ എടുക്കണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുക. അങ്ങനത്തെ ഒരു പരിപാടി വരുന്നുണ്ട്. ഹെഡ് ജസ്റ്ററാണ്. ട്രാക്ക് വർക്കൗട്ട് വിത്ത് ഹാർട്ട് റേറ്റ്. ഈ ആപ്പിളിൻ്റെ ഹെൽത്ത് ആപ്പുണ്ട്, ആ വഴി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യാം. ലിവ് അപ് ടു ലൈവ് ട്രാൻസ്ലേഷൻ ഓൺ ചെയ്യാനായിട്ട് 2 ഇയർ ടിപ്സും കൂടെ ഇങ്ങനെ അമുക്കി പ്രസ് ചെയ്യുമ്പം ലൈവ് ട്രാൻസ്ലേഷൻ ഓൺ ആവും. ഇതാണ്ട് ഷാസ് എയർപോഡ്. ഇതാണ് ആപ്പ്. ഇത് ആപ്പിളിൻ്റെ ഈ സാധനം. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷനിലാണ്. അബ്സല്യൂട്ട്ലി ഒരു വസ്തുവും എനിക്ക് കേൾക്കാൻ വയ്യ. ഇറ്റ് ഈസ് ഡെഡ് സൈലൻറ്റ്. പക്ഷേ പുറത്ത് പോയിട്ട് വേണം അത് നോക്കേണ്ടത്. അതിൻ്റെ പരിപാടി എങ്ങനെയാണ്. ഇപ്പോഴത്തെ അമ്മമാർ പുതിയ ഈ ഫോമും സിലിക്കണിൻ്റെയും കൊളാബറേഷൻ വരുന്ന ടിപ്സ് ഭയങ്കരമായിട്ട് നമ്മുടെ ചെവി അടച്ച് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തരുന്നുണ്ട് കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സിലിക്കൺ ടിപ്സ് മാത്രമാണെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെവിയിൽ ഇത്ര ഒരു ഇതിപ്പോൾ എനിക്ക് ലിറ്ററലി ഒരാളെൻ്റെ ചെവിയിൽ 2 ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോൾ കിട്ടുന്ന ഫീലില്ലേ, ആ ഫീലാണ്. എന്തോ എൻ്റെ ചെവിയിൽ അടഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് തരുന്ന ഒരു ഫിറ്റായിട്ടാണ് എനിക്ക് ഈ ഒരു പുതിയ ഇയർ ടിപ്സ് ഫീൽ ചെയ്യുന്നത്. മേ ബി ഇത് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഞാൻ യൂസ് ടു ആവാൻ. ബിക്കോസ് നമ്മളെല്ലാവരും സിലിക്കൺ ടിപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട്
ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ഈ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ അത് എങ്ങനെയാണത് കംഫർട്ട് വരാൻ പോകുന്നത്. സോ ഐ നീഡ് ടു ചെക്ക് ദാറ്റ് ബിക്കോസ് ഞാനതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. ട്രാൻസ്പെറൻസി മോഡ് നമുക്ക് വെളി ലോകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ആപ്പിൾ ഇസ് കിങ് വെൻ ഇറ്റ് കംസ് ടു ട്രാൻസ്പെറൻസി മോഡ്. ഇവിടെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുമ്പോൾ വളരെ ശോകമാണ്. ബിക്കോസ് നമ്മുടെ സൗണ്ട് എന്നെ ഭയങ്കരമായിട്ട് മഫിൾഡ് ആയിട്ടാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, എൻ്റെ സ്വന്തം സൗണ്ട്. പക്ഷേ ട്രാൻസ്പെറൻസി മോഡ് ഇടുന്ന സമയത്ത് എല്ലാം വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ANC-ലോട്ട് മാറുകയും അഡാപ്റ്റീവിലോട്ട് മാറുകയൊക്കെ ചെയ്യുന്ന സാധനമാണ് ഈ അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. നമുക്ക് ഈ സാധനത്തിന് നമുക്ക് ടച്ച് വെച്ചിട്ട് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ടച്ച് വൺസ് എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മാണ് കേട്ടോ. ഈ സ്റ്റെമ്മിൽ ഒന്ന് നെക്കിക്കഴിഞ്ഞാൽ കൗണ്ടർ സ്റ്റാർട്ടായി ഫോട്ടോ. അതേപോലെ തന്നെ നമുക്ക് നിന്ന നിപ്പിൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നെക്കിക്കഴിഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ടായി. പിന്നെ ഞാൻ പറയില്ല മൈക്ക് ക്ലാരിറ്റി ഒന്നും ഞാൻ പറയണില്ല. അവന്മാർ പണ്ട് തൊട്ടേ ടോപ്പ് നോച്ചാണ്. അതായത് നമ്മളിപ്പം മറ്റേ എന്തെങ്കിലും ഗൂഗിൾ മീറ്റോ നിങ്ങളുടെ കാമുകിയോ നിങ്ങളെ വീട്ടുകാരെ ഫോൺ വിളിക്കാനോ ഒന്നും ഒരു കുഴപ്പമോ അവർ വരത്തില്ല. ബിക്കോസ് ഒരിക്കലും മൈക്ക് ക്ലാരിറ്റിയെ ഒരു കമ്പനിയും കുറയ്ക്കില്ല. അവന്മാർ എയർപോഡ്സ് 2 തന്നെ പൊളപ്പനായിരുന്നു. അതുകൊണ്ട് ഈ വർഷവും അതിലൊന്നും യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല. പിന്നെ പേഴ്സണലൈസ്ഡ് വോളിയം, അഡ്ജസ്റ്റ് ദ വോളിയം മീഡിയ ഇൻ റെസ്പോൺസ് ടു ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ട് വോളിയം കൂട്ടുകയും കുറയ്ക്കുക എന്നുള്ള പറയുന്നത്. കോൺവെർസേഷൻ അവയർനെസ് എന്ന് പറയുന്നത് മറ്റു സാധനമാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ സാധനം ANC മാറി നമ്മളുടെ അഡാപ്റ്റീവിലോട്ട് വരുന്നൊരു സാധനം. പിന്നെ ഓട്ടോമാറ്റിക് ഇയർ ഡിറ്റക്ഷൻ, ചെവിയിൽ എടുക്കുന്ന സമയത്ത് പോസ് ആവുകയും വെക്കുന്ന സമയത്ത് ആവുന്ന സാധനം. പേഴ്സണലൈസ് സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞൊരു പരിപാടി, വിച്ച് ഇസ് മോർ ലൈക്ക് സിനിമ കാണുകയോ TV സീരിയൽ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് കോണ്ടന്റ് വ്യൂ എന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്പേഷ്യൽ ഓഡിയോ, ഒരു 360 ഡിഗ്രി സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഓൺ ചെയ്യാം. പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഈ സാധനം പ്രിഫർ ചെയ്യില്ല. നമുക്ക് ലൈവ് ട്രാൻസ്ലേഷനിലാണ്ട് ഇത്രയും ലാംഗ്വേജസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇനി ചിലപ്പോൾ ഹിന്ദിയും മലയാളവും ഒക്കെ എനിക്ക് അറിഞ്ഞൂടാ, വേറെ ചൈനീസ് ലാംഗ്വേജൊക്കെ വരുമായിരിക്കും ട്രാൻസ്ലേഷനിലും. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 സ്റ്റെമ്മിൻ്റെയും മറ്റേ ആ സാധനത്തിൽ ഒരു സമയത്ത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും. ഇവിടെയാണ് ഹെഡ് ജെസ്റ്റർ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആക്കുമ്പം ഫോൺ എടുക്കണ്ട, ഇങ്ങനെ ആക്കുമ്പോൾ ചോറ് വേണോ വേണ്ട എന്നാണ്. ഈ സാധനമാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ടെസ്റ്റ് എടുക്കുക. അപ്പം ഞാൻ അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ഇതാണ് എൻ്റെ ചെവിക്ക് കറക്റ്റ്. അതുകൊണ്ട് ഇത് ഗുഡ് സീൽ എന്ന് എഴുതി കാണിക്കും. ഇതെടുത്ത് ഇത് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വെച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഹാർട്ട് റേറ്റ് ഓൺ ആണ്, വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ അതിൽ ആപ്പിൾ വാച്ചൊക്കെ ഉണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ദിസ് പരിപാടി. ഇത് എക്സ്ട്രാ നമ്മളുടെ ബാറ്ററി എടുക്കുന്നേ ഉള്ളൂ. ഹാർട്ട് റേറ്റ് മോണിറ്ററൊക്കെ ഈ സാധനത്തിൽ വെക്കുന്നത് ബാറ്ററി കൺസ്യൂം ചെയ്യും. സോ അത് ഓഫ് ചെയ്തിടുന്നതായിരിക്കും ഉചിതം. ഇനി നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ട് നോക്കാം ഗായ്സ്. പാട്ട് കേട്ട നമുക്ക് ആദ്യം തന്നെ Kukukukuli power horsey. Oh, this is too bass heavy. Oh, എൻ്റെ അമ്മേ ഭയങ്കര ബേസ് കേട്ടോ. സബ് ബേസ് വേറെ ലെവല്. ബേസും സബ് ബേസും ഭയങ്കര ഹൈ. ട്രെബിൾ അത്യാവശ്യം നൈസായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ ഡുമ്മുണ്ടല്ലോ, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സൂപ്പറാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ന്യൂട്രൽ സൗണ്ടിങ് ആണ് ഇഷ്ടം. അതായത് ബേസ് അത്ര, അതായത് ആ പാട്ട് അങ്ങേരുണ്ടല്ലോ, അങ്ങേര് ബേസിന് കൊടുത്തൊരു ബേസ് ഉണ്ടാകും. എനിക്കതാണ്. ഇത് ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്യണം കേട്ടോ ബേസ്. അത് ഈ ഫോം ഇയർ ടിപ്സും കൂടെ ആയതുകൊണ്ട് നല്ല ഫിറ്റ് ഇരിക്കുകയല്ലേ. അപ്പം നമുക്ക് ആ ഇടി നല്ല ഡുമ്മെന്ന് പറഞ്ഞ് പോകണുണ്ടോ. അയ്യോ, വോക്കൽസൊക്കെ അത്യാവശ്യം നൈസാണ്. കുറച്ചുകൂടെ ഒരു വോക്കൽ സെൻട്രിക് ആയിട്ടുള്ളൊരു സാധനം ഇട്ട് നോക്കട്ടെ. നല്ല രീതിയിൽ ബേസ് ഓവർ പവർ ചെയ്യണുണ്ട്. അതായത് ആ ഇടി മാത്രമാവുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ബേസ് ഓവർ പവർ ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര ബേസി എന്ന് പറയുന്നത് പറഞ്ഞാൽ ആ ഇടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആ ഇടിയുടെ മുഴക്കത്തിൽ അങ്ങ് പോവുക. മിഡും ഹൈ ഫ്രീക്വൻസിയൊക്കെ, ഹൈ ഫ്രീക്വൻസി അത്യാവശ്യം അവർ കുറച്ചും കൂടെ ഒരു രസമായിട്ട് എനിക്ക് ക്ലാരിറ്റി, അതായത് നല്ല മറ്റേ ജിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കൊള്ളാം. പക്ഷേ ഈ പറയുന്ന മിഡിലാണ് വോക്കൽസും ബാക്കിയുള്ള പരിപാടികളൊക്കെ കിടക്കുന്നത്. മിഡ് എന്ന് പറയുന്ന സാധനത്തിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് വരണില്ല. ഈ സാധനമുണ്ട്, ഈ ഹെവി ബേസ് വന്ന് കിടന്നിട്ട്
ബാക്കിയുള്ള മറ്റേ ഇൻസ്ട്രുമെൻസും വോക്കൽസൊക്കെ ഒന്ന് ഇരിക്കുക. വോക്കൽസ് അവർ അത്യാവശ്യം നല്ല രീതിയിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ദറ്റ് ബേസ് ഇസ് ടു മച്ച്. നല്ല വോളിയം ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഫുൾ വോളിയത്തിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വസ്തുവും മറ്റേ ഈ ലോകത്ത് നമ്മളും ഈ പാട്ടും മാത്രം എന്നുള്ളൊരു ഫീല് തരുന്ന നല്ല വോളിയം കിട്ടണുണ്ട്. ഇത് അവർ റിസർച്ച് ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞാണ് കുറച്ചും കൂടെ ഒരു ബേസ് കുറച്ചും കൂടെ വേണം എന്ന് അവർ ചോദിച്ചത് കൊണ്ടാവാം ഈ ഒരു സാധനം കൊടുത്തത്. ബിക്കോസ് സാധാരണക്കാരന് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഇടിയും മുഴക്കവും എനിക്ക് താല്പര്യമില്ലെന്നേ ഉള്ളൂ. ബേസും ക്ലാരിറ്റിയും അതാണ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തേക്കണത്. വേറെ ഞാൻ പറയാം, നമുക്കൊരു വൈഡർ സൗണ്ട് സ്റ്റേജോ അല്ലെങ്കിൽ എന്താ പറയുക എവറിത്തിങ് നമുക്കങ്ങനെ ടിങ് പ്ലിങ് ഒക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതും ഇതിലില്ല. അത് ടെക്നിക്സ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഞാൻ ഒന്ന് കേട്ടിട്ട് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്തിനാണെങ്കിലും സൗണ്ടിങ് ബേസ് ഹെവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബേസ് ഇടിയും മുഴക്കവും ഒക്കെ ഉണ്ട്. നമുക്ക് മറ്റതും കൂടെ ട്രൈ ചെയ്താൽ കേട്ടോ. ഇനി മുതൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ സാധനം വെച്ചിട്ട് നമുക്ക് മൈക്കായിട്ട് യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഇപ്പോൾ എന്തായാലും അത് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നോർമലായിട്ട് സംസാരിക്കുകയാണ്. ഹലോ ഗൈസ്, ഹൗ ആർ യു, ഹൗ ഡു യു ഡു? എല്ലാം സുഖമായിരിക്കുന്നു. ഇതാണ് എൻ്റെ ഫോണിൻ്റെ മൈക്കാണിത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സ്വിച്ച് ടു എയർപോഡ്സിൻ്റെ മൈക്ക്. ഇവിടെ പോവാതെ ക്യാമറ കൺട്രോൾസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ട ഇവിടെ ഇത് നെക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് നെക്കിയാൽ മതി. വോയിസ് ഐസൊലേഷൻ ഇതങ്ങ് നെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സിനെ കട്ട് ചെയ്യും. സോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ നോക്കി. പക്ഷേ ഈ മൈക്ക് ഏതെങ്കിലും ഒരെണ്ണേ വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. 2 മൈക്കൊന്നും വർക്ക് ചെയ്യൂല. ഏതെങ്കിലും ഒരു മൈക്കായിരിക്കും ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഓൺ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് നമ്മളുടെ എയർപോഡ്സിൽ നിന്നും വരുന്ന എയർപോഡ്സ് വെച്ചിട്ടുള്ള മൈക്കിൽ നിന്നാണ്. അത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഏതോ ഒരെണ്ണത്തിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യണത്. സോ ഇതാണ് നമ്മളിപ്പം എയർപോഡ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന മൈക്ക് ക്ലാരിറ്റി. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ആക്ച്വലി അപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്കിപ്പോൾ ഒരു DJ മൈക്കോ ഈ ഹോളി ലാൻഡോ നമ്മുടെ കയ്യിലുണ്ടാകുന്നിരിക്കാം. പക്ഷേ ഈ സാധനം ചെറുതായതുകൊണ്ട് നമുക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് എടുക്കണം, നല്ല ക്ലാരിറ്റിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ സൈഡാണ് കേട്ടോ. എൻ്റെ ഇതിൽ റൈറ്റ് സൈഡിൽ ഈ സാധനം വെച്ചിട്ടാണ് മൈക്ക് ക്യാച്ച് ചെയ്യണത്. ഇതൊക്കെയാണ് പുതിയ എയർപോഡ്സിൻ്റെ വിശേഷങ്ങൾ. എയർപോഡ്സ് 3 ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് അത്യാവശ്യം നൈസാണ്. ഞാൻ പറയില്ല, പാട്ട് കേൾക്കാനൊക്കെ മോശമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ കുറച്ചും കൂടെ അവർക്ക് ന്യൂട്രൽ ചെയ്തിട്ട്, അതായത് എല്ലാ സാധനങ്ങളും എന്താ പറയുക ഒന്നുകൂടെ ബെറ്ററായിട്ട് ട്യൂൺ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ ഐ ഫീൽ ഒരുമാതിരിപ്പെട്ട ഒരു വലിയ ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് ഈ ഒരു സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും വേണ്ടിയിരുന്നത്. ബട്ട് ഇതിൽ വയർലെസ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പെട്ടിയിനകത്ത് ഇനി മുതൽ Type-C വയർ തരുന്നില്ല. ഞാനത് കണ്ടില്ല. എവിടെ ഇതാണ്ട് ഈ സാധനം വയർലെസ് ചാർജർ ഇതുണ്ടെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ചാർജ് ചെയ്യുക. അതൊക്കെയാണ് എയർപോഡ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി നൈസ്. നല്ല പ്രോഡക്റ്റാണ്. ആൻഡ് ഐ നീഡ് ടു യൂസ് ഇറ്റ് കുറച്ചും കൂടെ. ആകെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചെവി ഭയങ്കരമായി അടയുന്നത് പോലെ ഒരു ഫീലുണ്ട്. അതായത് എൻ്റെ ചെവിയിൽ ആരോ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ പോലത്തെ ഒരു ഫീലിംഗ് പുതിയ ഇയർ ടിപ്സ് എനിക്ക് തരുന്നുണ്ട്. ആപ്പിൾ എയർപോഡ്സ് 3 നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ പോവുക iPhonePhobias. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നതനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വില കൂടുതലാണ്. 20,000 25,000 അങ്ങനെ എന്തോ എൻ്റെ പ്രൈസ് പറഞ്ഞു. ഇവിടെ തന്നെ 10 നല്ല പൈസ ഉണ്ട് ഈ പുണ്ണാക്കിന്. സോ ഇറ്റ്സ് നോട്ട് എ ചീപ്പ് പ്രോഡക്റ്റ്. ഒന്നെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എയർപോഡ്സ് 2 ഇപ്പോൾ വില കുറവാണ്. 18,000 17,000 രൂപ എന്തോ ഉള്ളൂ. അതെടുത്താലും മതി. അതാണ് ആപ്പിളിൻ്റെ ഒരു സുഖം. അതെടുത്താലും ഇതെടുത്ത് കഴിഞ്ഞാൽ അതിലില്ലാത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് റേറ്റ് മോണിറ്റർ ഞാനത് യൂസ് ചെയ്യില്ല. നമ്മളൊരു ആപ്പിൾ വാച്ച് ഉണ്ട്, എനിക്കതിൻ്റെ യൂസ് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഓഫ് ചെയ്തു. അപ്പം തന്നെ മെയിനായിട്ടുള്ള ഫീച്ചർ പോയേ. പിന്നെ ലൈവ് ട്രാൻസ്ലേഷൻ എനിക്കാണ് അതിലും അതുണ്ടെന്നാണ് തോന്നുന്നത്. ലൈവ് ട്രാൻസ്ലേഷൻ എയർപോഡ്സ് 2ലും വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. അതേപോലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ മൈക്കിൻ്റെ സാധനം ഇല്ലേ, ഈ
വീഡിയോ എടുക്കുന്ന സമയത്ത് മൈക്ക് എയർപോഡ്സ് 2ലും പറ്റും. അത് ഇതിൻ്റെ ഫീച്ചർ അല്ല, അത് iOS 26ൻ്റെ ഫീച്ചറാണത്. എല്ലാ iOS 26 വെച്ചിട്ടുള്ള ഫോണുകളിലും നിങ്ങളതിൽ എയർപോഡ്സ് 2ഓ 3ഓ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ഇതുപോലെ മൈക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ അല്ല. ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ 2 times the ANC ഹാർട്ട് റേറ്റ് മോണിറ്റർ ലൈവ് ട്രാൻസ്ലേഷൻ എന്നാണ് അവന്മാർ പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കൂട്ടിയിട്ടുണ്ട്, സൗണ്ട് സിഗ്നേച്ചർ മാറിയിട്ടുണ്ട്. അതർ ദാൻ ദാറ്റ് ഐ ഫീൽ എയർപോഡ്സ് 2 Pro മേടിച്ചാൽ മതി. ഏറ്റവും ലേറ്റസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാം. 2 Pro യൂസ് ചെയ്യുന്നവർ അത് യൂസ് ചെയ്തോ. ഇപ്പം കറൻ്റ്ലി ആ സാധനം വില കുറഞ്ഞിട്ടുണ്ട്, അതെടുത്താലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ, ഈ സാധനവും IEM ഒന്നും വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് ഇതെൻ്റെ ഈ അണ്ണനെയൊന്നും വെച്ച് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഇതിൻ്റെ സൗണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ വൈഡർ സൗണ്ട് സ്റ്റേജ് എന്ന് പറയും. അതായത് ലിറ്ററലി ഈച്ച് ആൻഡ് എവ്രിതിങ് മൈന്യൂട്ട് തിങ്. അത് ആ മ്യൂൺഡ്രോപ്പ് ബ്ലെസ്സിങ് ഒക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് കാശുണ്ട്, നിങ്ങൾക്ക് നല്ല പാട്ട് എൻജോയ് ചെയ്ത് കേൾക്കണമെങ്കിൽ മൂൺഡ്രോപ്പ് ബ്ലെസ്സിങ് 28,000 രൂപ. ഒരു രസമാണത്. രോമമൊക്കെ എണീച്ചേക്കും. ഇതിൽ രോമമൊന്നും എണീക്കില്ല. ഒന്നാമതേ ബേസ് ഹെവി. എനിക്ക് ബേസ് ഹെവി സാധനങ്ങൾ ഇഷ്ടമല്ല. സോ അതാണ് എനിക്ക് എയർപോഡ്സ് 3നെ പറ്റി പറയാനുള്ളത്. ബൈ.